രാഷ്ട്രീയം മതകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അതുപോലെ മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. മതം എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും ഓരോരുത്തരുടെ ചോയ്സാണ്. രാഷ്ട്രീയം വേണമെന്ന് തീരുമാനിക്കാം, വേണ്ടെന്ന് തീരുമാനിക്കാം. മതം വേണമെന്ന് തീരുമാനിക്കാം, മതം വേണ്ടാന്ന് തീരുമാനിക്കാം, അല്ലേ? ചിലപ്പോൾ മതം വേണമെന്ന് തീരുമാനിക്കുന്ന ചിലരുടെ നിലപാട് മതവിശ്വാസികൾക്ക് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഞാൻ ഇന്നുള്ള ഒരു മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ജില്ലയിൽ തന്നെ ആലുവായിൽ അദ്ദേഹത്തിന്റെ അച്ചടിച്ച പ്രസ്താവനയുണ്ട്. എനിക്ക് മതവും ജാതിയുമില്ല. മഹാത്മാഗാന്ധിയോ? മഹാത്മാഗാന്ധി സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ നിർത്തിയില്ല. എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹീം കൂടിയാണ്. അദ്ദേഹം എഴുതിയത് ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു. ഇതേ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ബോൾഷെവിക്കാണ്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അപ്പൊ ഇത് ആരും അംഗീകരിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാര് മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റാണെന്ന് അംഗീകരിക്കൂ? ഇല്ല. അങ്ങനെ പറഞ്ഞതിൽ ബഹുമാനം കാണിക്കാം, ബഹുമാനം ഉണ്ടാവും. പക്ഷെ ഒരു ഹിന്ദു വർഗീയവാദിയാണ് മഹാത്മാഗാന്ധി വെടിവെച്ചു എന്ന് പറയുന്നത്. അപ്പൊ മതമെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിഭാസമാണ്. മതം മതമായിട്ട് നിൽക്കണം. മതം രാഷ്ട്രീയം എങ്ങനെ പോകണം എന്ന് പറയാൻ മതം വന്നുകൂടാ. രാഷ്ട്രീയം മതം എങ്ങനെയായിരിക്കണം എന്ന് പറയാനും വന്നുകൂടാ. അപ്പൊ അതതിന്റെ സ്ഫിയറിൽ നിന്നോളൂ, അതതിന്റെ മേഖലയിൽ നിന്നോളൂ. ഇത് യൂറോപ്പിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1789 ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവമാണ് മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തിയത്. മതം രാഷ്ട്രീയത്തിന് ഇടപെട്ടുകൂടാ, രാഷ്ട്രീയം മതത്തിന് ഇടപെട്ടുകൂടാൻ തീരുമാനിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മതം വളരെ ഇമോട്ടീവായിട്ടൊരു കാര്യമാണ്. വികാരം ഇളക്കി വിടാൻ പറ്റിയ ഒന്നാണ് മതം. അപ്പോ ചില രാഷ്ട്രീയ വിഭാഗങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയത്തിന് സ്വാധീനം കിട്ടാൻ വേണ്ടി മതത്തെ കൂടി ദുരുപയോഗപ്പെടുത്തുന്നു. അത് തെറ്റാണ്. വിദ്യാസമ്പന്നരായ സമൂഹത്തെ മുഴുവൻ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ എതിർക്കണം. അതുപോലെ രാഷ്ട്രീയ മതത്തിൽ ഇടപെടാൻ വന്നാൽ അതിനെയും എതിർക്കണം. ഇതാണ് ആധുനിക മതനിരപേക്ഷ സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയേണ്ട സമീപനം. ഹലോ സർ, ഞാൻ കുസാറ്റ് ഫൈനൽ ഇയർ പഠിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പല വർഷങ്ങളായി കണ്ടുവരുന്നതാണ് BJP RSSന്റെ വളർച്ച. അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വളർച്ചയാണ്. അവർക്ക് വോട്ടിടുന്ന പലരും പോലും അവരുടെ BJP RSS ഐഡിയോളജിയായിട്ട് യോജിക്കുന്നതുകൊണ്ട് മാത്രമല്ല, പലരും ഇപ്പൊ നിലനിൽക്കുന്ന 2 പാർട്ടി സിസ്റ്റം, രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി, അതിനെതിരെ പ്രതിഷേധമായിട്ടാണ് വോട്ടിടുന്നത്. അപ്പോ ഇപ്പോ UDF LDF കേരളത്തിൽ UDF LDFന് അവരുടെ രാഷ്ട്രീയ രീതി മാറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ടോ? മാറ്റി ചിന്തിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിരന്തരം വ്യക്തികളെന്നുള്ള തരത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ഇവിടുന്ന് ഈ പരിപാടി അവസാനിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഈ മുറിയിലേക്ക് വന്നത് നമ്മളാണോ? അല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നടന്ന ചർച്ചകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ പുതിയൊരാളായിട്ടാണ് പോകുന്നത്, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന്, നിങ്ങൾ ഉയർത്തിയ ആശയങ്ങളിൽ നിന്നെല്ലാം പുതിയ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അതുണ്ടാകും. LDF UDFന്റെ കാര്യം പറഞ്ഞാൽ LDF UDF അവര് സ്വയം പരിശോധിച്ച് LDF UDF വരുത്തേണ്ട മാറ്റങ്ങൾ LDF UDF പ്രവർത്തനത്തിൽ വരുത്തേണ്ടതുണ്ട്. എന്നതിന് സംശയമില്ല. ഞങ്ങൾ നിന്നിടത്ത് തന്നെയാണ് നിൽക്കുക. ഒരാൾ പറഞ്ഞാൽ അത് പരമ അർത്ഥമാണ്. നിന്നിടത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇരുന്നിടത്തിരിക്കാൻ പറ്റുമോ? നമ്മളിവിടെ നിശ്ചലമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്ഥാനം മാറുന്നുണ്ട്.
ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ട് നമ്മുടെ സ്ഥാനം മാറുന്നുണ്ട്. പിന്നെ ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതുകൊണ്ട് വേറെ ഒരു രണ്ടാമത്തെ ഡയമെൻഷനിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മളറിയാതെ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടികൾ മാറേണ്ടി വരും, പാർട്ടികളുടെ നിലപാടുകൾ മാറേണ്ടി വരും, കാലോചിതമായി നവീകരിക്കേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിലുള്ള നല്ലതല്ല ഉപേക്ഷിച്ചത് ചീത്തയാണോ എന്നുള്ള അർത്ഥത്തിലല്ല. നല്ലത് കാസൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ എങ്ങനെ നമുക്ക് നവീകരിക്കാൻ കഴിയും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും, അത്തരത്തിൽ ഓരോരുത്തരും ആലോചിക്കേണ്ടി വരും. വർഗീയതയെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്നതിനൊന്നും ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അതിനകത്ത് എനിക്ക് ആ ഒരു സംശയമില്ല. താൽക്കാലികമായിട്ട് വർഗീയ വികാരമൊക്കെ ഇളക്കി വിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു വരും. പക്ഷെ അത് സ്ഥായിയായ ഒരു നേട്ടമാവില്ല എന്നതിനകത്ത് എനിക്ക് ആ ഒരു സംശയം.